ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വീട്ടിൽ തന്നെ നമ്മൾക്ക് എങ്ങനെ അൽഫാം ഉണ്ടാക്കും. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 2 കിലോ ചിക്കനാണ്. അതിനായി ഫസ്റ്റ് നമ്മൾ ചിക്കനെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. അതിൻ്റെ എല്ലൊന്നും പോകാതെ നോക്കണം. പിന്നെ നമ്മൾ ചിക്കനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. മസാലയൊക്കെ മിക്സ് ചെയ്യാനാണ് അതങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞു കൊടുക്കണം. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം. പിന്നെ യോഗേട്ട് ചേർക്കണം, ഒരു 1.5 സ്പൂൺ. അതിനുശേഷം കുരുമുളക് പൊടി ആവശ്യത്തിന് അതിൽ ചേർക്കണം. പിന്നെ ഉപ്പും കൂടി ചേർക്കുക. പിന്നെ നല്ലവണ്ണം കൈ കൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യണം, എന്നാലേ അതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കും. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, മുളകൊക്കെ നമ്മളൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. പിന്നെ ഒരു പാൻ വെച്ച് വറ്റൽമുളക്, ജീരകം, മല്ലി, കറാമ്പ് അതൊക്കെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കണം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് അര കഷ്ണം സവാള ചേർക്കണം. പിന്നെ തക്കാളി അര, മല്ലിയിലയും കൂടി ചേർക്കണം അതിലേക്ക്. വെള്ളം കൂട്ടാതെ തന്നെ. പിന്നെ 2 പച്ചമുളക്, വെള്ളം കൂട്ടാൻ പാടില്ല, അങ്ങനെ മിക്സ് ചെയ്യണം. ആ മസാലയും കൂടി അതിലേക്ക് ആഡ് ചെയ്തിടണം, ചിക്കനിലേക്ക്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 6 മണിക്കൂർ നമുക്ക് വെക്കണം. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളിത് 4 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചിക്കൻ എടുത്ത് നല്ലവണ്ണം പാകമായിട്ടുണ്ട്. മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് ഇതിൽ. അതിനുശേഷം ഒരു പാൻ എടുത്ത് 2 സ്പൂൺ എണ്ണ ഒഴിക്കണം. സാധാരണ നമ്മൾക്ക് ഓവനിൽ, ഗ്രില്ലിലൊന്നും എണ്ണൻ്റെ ഇത്ര ആവശ്യമില്ല. അതിലേക്ക് ചിക്കൻ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനെ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു ചെറിയൊരു പാത്രത്തിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ ചാർക്കോൾ, അതില്ലെങ്കിൽ കാനലോ എന്തെങ്കിലും എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച്, ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഇതെന്തായാലും നിങ്ങൾ ചേർക്കണം. ചിക്കൻ്റെ നടുവിൽ വെച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് മൂടി വെക്കാം. ആ മണം കിട്ടാൻ വേണ്ടിയിട്ടാണിത്. അതിനുശേഷം നമ്മളതൊന്ന് തുറന്ന് നോക്കാം. നമ്മളുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ കിടുക്കാച്ചി അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമ്മൾക്ക് കിട്ടും. അതിനുശേഷം നമ്മൾക്ക് കഴിക്കാം.